ആലുവ മുനിസിപ്പൽ സ്റ്റേഡിയം ടർഫാക്കി മാറ്റാനുള്ള നഗരസഭാ തീരുമാനത്തിനെതിരെ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി നഗരസഭയുടെ വിശദീകരണം തേടി. CPIM ആലുവ ഏരിയ കമ്മിറ്റി അംഗവും നഗരസഭ മുൻ കൗൺസിലറുമായ രാജീവ് സക്കറിയയാണ് പൊതു സ്റ്റേഡിയം ടർഫാക്കുന്നതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. പ്രായഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളും കായിക വിനോദത്തിനും വ്യായാമത്തിനും പരിശീലനത്തിനും മത്സരങ്ങൾക്കും ആശ്രയിക്കുന്നത് മുനിസിപ്പൽ സ്റ്റേഡിയത്തെയാണ്. ജില്ലാ ഉപജില്ലാ ഫുട്ബോൾ മത്സരങ്ങൾ മുതൽ വിവിധ വിദ്യാലയങ്ങളുടെ സ്പോർട്സ് മീറ്റ് ഉൾപ്പെടെ നടക്കുന്നത് ഈ ഗ്രൗണ്ടിൽ വെച്ചാണ്. ആലുവയിലെയും സമീപ പ്രദേശത്തെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആശ്രയമായ മുനിസിപ്പൽ സ്റ്റേഡിയത്തെ നഗരസഭ ടർഫ് സ്റ്റേഡിയമാക്കി മാറ്റരുതെന്നാണ് ഹർജിക്കാരൻ്റെ ആവശ്യം. മുനിസിപ്പൽ ഗ്രൗണ്ടിലെ പ്രകൃതിദത്ത പുൽത്തകിടി മാറ്റി സിന്തറ്റിക് ടർഫ് പാകി ഒരൊറ്റ കായിക ഇനമായ ഫുട്ബോളിന് മാത്രമായി ഉപയോഗിക്കുന്നതിനാണ് നഗരസഭയുടെ നീക്കം. കേരളത്തിലെ നിരവധി പ്രശസ്ത കായിക താരങ്ങളെ സൃഷ്ടിച്ച മൈതാനം ഏതാനും സ്വകാര്യ വ്യക്തികൾക്കായി മാറ്റാനുള്ള നീക്കമാണ്. ആർട്ടിഫിഷ്യൽ ടർഫ് നിർമ്മിക്കുമ്പോൾ വലിയ രീതിയിലുള്ള മെയിൻ്റനൻസ് ചെലവുണ്ടാകും. തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം നൽകാൻ കഴിയാത്ത ആലുവ നഗരസഭ പുതുതായി നിർമ്മിച്ച ഓപ്പൺ എയർ സ്റ്റേജിൻ്റെ വാടക ഇനത്തിൽ ലഭിക്കുന്ന 5000 രൂപ ഇതിനുവേണ്ടി വിനിയോഗിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെയിൻ്റനൻസിന് ആവശ്യമായ തുക ഇതിൽ നിന്നും ലഭ്യമാവില്ല എന്ന യാഥാർത്ഥ്യം മറിച്ചാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത്. കൃത്രിമ സിന്തറ്റിക് ഫീൽഡുകൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പഠനങ്ങളിൽ പറയുന്നതായും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ടർഫ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അപകടകരമായ രാസവസ്തുക്കൾ അത് ഉപയോഗിക്കുന്ന ആളുകളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കും. ഫുട്ബോൾ മത്സരങ്ങൾക്ക് സാധാരണയായി ഉപയോഗിക്കുന്ന ടർഫുകൾ കളിക്കാരുടെ കാര്യക്ഷമത കുറയ്ക്കുന്നതായും ഹർജിയിൽ പറയുന്നു. ടർഫാക്കുന്നതോടെ ഫുട്ബോൾ മാത്രമാണ് കളിക്കാൻ അവസരമുണ്ടാകുക. ഗ്രൗണ്ടിലേക്കുള്ള പൊതുപ്രവേശനം പരിമിതപ്പെടും. മൈതാനത്തിൻ്റെ എല്ലാ ഉപയോഗങ്ങൾക്കും ഇത് പൊതുജനങ്ങൾക്ക് അസാധ്യമാകും. വസ്തുതകൾ മുൻനിർത്തി ആലുവയിലെ കായിക പ്രേമികളെ ദുരിതത്തിലാക്കുന്ന നഗരസഭയുടെ തീരുമാനവും ടർഫാക്കുന്നതിനുള്ള നടപടികളും സ്റ്റേ ചെയ്യണമെന്നാണ് ഹർജിക്കാരനായ രാജീവ് സക്കറിയ ആവശ്യപ്പെടുന്നത്. അഭിഭാഷകനായ M ജനാർദ്ദന ഷേണായിയാണ് ഹർജിക്കാരന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത്. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.